മമ്മൂട്ടിയുടെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദ ഗ്രേറ്റ് ഫാദർ തിയേറ്ററിലെത്താൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. പക്ഷേ ആരാധകരും സിനിമാ ലോകവും ചർച്ച ചെയ്യുന്നത് മമ്മൂട്ടിയുടെ കഥാപാത്രമായ ഡേവിഡ് നൈനാന്റെ റഫ് ആൻഡ് സ്റ്റൈലിഷ് ലുക്കിനെ കുറിച്ചാണ്. ബിഗ് ബിക്ക് ശേഷം മമ്മൂട്ടി സമാനമായ ഗെറ്റപ്പിലെത്തുന്ന ചിത്രമാണ് ദ ഗ്രേറ്റ് ഫാദർ. മലയാള സിനിമാ പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ സിനിമാ അനുഭവം പ്രദാനം ചെയ്ത സിനിമയായിരുന്നു ദ ഗ്രേറ്റ് ഫാദർ. ചിത്രത്തിന്റെ ടീസറുകളും മോഷൻ പോസ്റ്ററുകളും ഇതിനകം തന്നെ ഹിറ്റായി കഴിഞ്ഞു. മോഹൻലാലിനെ പോലും കൊതിപ്പിച്ചു കളഞ്ഞു മമ്മൂട്ടിയുടെ ഡേവിഡ് നൈനാൻ. ഗ്രേറ്റ് ഫാദർ തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് കഴിഞ്ഞ ദിവസം മോഹൻലാൽ പറഞ്ഞിരുന്നു. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ സ്റ്റൈലും സിനിമയുടെ ചിത്രീകരണ ശൈലിയുമാണ് മോഹൻലാലിനെ ദ ഗ്രേറ്റ് ഫാദറിലേക്ക് ആകർഷിച്ചത്. ഡേവിഡ് നൈനാൻ എന്ന സമ്പന്നനായ ബിൽഡറുടെ വേഷത്തിലാണ് മമ്മൂട്ടി എത്തുന്നത്. കഥാപാത്രം ബിൽഡർ ആണെങ്കിലും ലാറ്റിൻ അമേരിക്കൻ മാഫിയ തലവന്മാരെ അനുസ്മരിപ്പിക്കുന്ന ലുക്കാണ് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്. ഇത് ഏറെ സ്വീകാര്യത നേടുകയും ചെയ്തു. നീണ്ട ഇടതൂർന്ന താടിയും റഗഡ് ജീൻസും ഡിസൈനർ ജാക്കറ്റുകളും ക്രെയിൻ ബാൻഡ് വാച്ചുകളും ട്രെൻഡിംഗ് ബ്രേസ്ലെറ്റുകളും ഒക്കെയാണ് നല്ല റഫ് ആൻഡ് സ്റ്റൈലിഷ് ലുക്കിലാണ് ഡേവിഡ് നൈനാൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. ഇത്തരത്തിലൊരു മമ്മൂട്ടി കഥാപാത്രം ഇത് ആദ്യമായിട്ടാണ്. ധനികനായ ബിസിനസ്സുകാരൻ എന്നതിനപ്പുറം മകളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു പിതാവ് കൂടെയാണ് ഡേവിഡ് നൈനാൻ. അച്ഛൻ എപ്പോഴും സ്റ്റൈലിഷായി നടക്കാനാണ് മകളുടെ ആഗ്രഹം. ഡേവിഡ് ഇത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ചിത്രത്തെ കുറിച്ചുള്ള ആദ്യ ആലോചനാ വേളകളിൽ തന്നെ മമ്മൂട്ടിയുടെ കഥാപാത്രം സ്റ്റൈലിഷ് ആയിരിക്കണമെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരുന്നു. ഇത് മമ്മൂട്ടിക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് മമ്മൂട്ടിയുടെ നിർദ്ദേശങ്ങൾ കൂടെ പരിഗണിച്ചാണ് ഡേവിഡ് നൈനാന്റെ ഗെറ്റപ്പ് തയ്യാറാക്കിയത്. മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള ഈ വർഷത്തെ സംസ്ഥാന പുരസ്കാരം നേടിയ സ്റ്റെഫി സേഫ്യറും മമ്മൂട്ടിയുടെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റായ അഭിജിത്ത് എന്നിവരാണ് മമ്മൂട്ടിക്കായിട്ടുള്ള വസ്ത്രങ്ങൾ തീരുമാനിച്ചത്. ഇവർക്കൊപ്പം വസ്ത്രങ്ങൾ എടുക്കാൻ മമ്മൂട്ടിയും ദുബായിൽ പോയിരുന്നു. നായകൻ സ്റ്റൈലിഷ് ആണെങ്കിൽ വില്ലനും ഒട്ടും കുറയ്ക്കുന്നില്ല. സ്റ്റൈലിഷ് ലുക്കിലാണ് വില്ലൻ കഥാപാത്രമായ ആൻഡ്രൂ ഈപ്പനെ അവതരിപ്പിക്കുന്ന ആര്യ എത്തുന്നത്. ആര്യയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള മോഷൻ പോസ്റ്ററുകളും ക്ലിക്കായിരുന്നു. പോലീസ് കഥാപാത്രമാണ് ആര്യയുടേത്. മാർച്ച് 30 വിഷു റിലീസ് ചിത്രങ്ങളുടെ ഗണത്തിലാണ് ദ ഗ്രേറ്റ് ഫാദർ തിയേറ്ററിലെത്തുന്നത്. തമിഴ് താരം ആര്യ പ്രധാന വില്ലനായി എത്തുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ പൃഥ്വിരാജ്, ഷാജി നടേശൻ, സന്തോഷ് ശിവൻ, ആര്യ എന്നിവർ ചേർന്നാണ്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾ നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ ABC മലയാളം. നന്ദി.